നമുക്ക് തോന്നുന്നു ഭയങ്കര ജ്ഞാനിയാണ്, ഒരു സ്വാമിയാരാണ്, ഒരുപാട് കഴിച്ചാൽ ശരിയാവില്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ കണ്ടാൽ ഒരു വലിയ വിശ്വാസം, പിന്നെ വലിയ പട്ടയൊക്കെ ഭക്ഷണത്തിലൊക്കെ പട്ടയൊക്കെ അടിച്ചിട്ട് ആയുധം അങ്ങനെയൊക്കെ കാര്യം മാത്രമൊന്നുമില്ല. കുടുംബസമയം ജീവിക്കുന്നവരാണ്. പക്ഷെ അവരുടെ കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ചുകൊണ്ട് അവർ ജീവിതവും മുന്നോട്ട് പോകും. അവരുടെ മാരേജ് ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകും. മനസ്സിലായി? അത് നിങ്ങൾ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കല്യാണം ആവില്ല, അല്ലെങ്കിൽ സ്വാമിയാരാണ്, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ടതേ വേണ്ട. യാതൊരു ചിന്ത വേറെ, ചെയ്യുന്ന ചിന്ത വേറെ. ഓക്കെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് അതായത് കേതു എന്ന് പറഞ്ഞാൽ തലയില്ല. ഒത്തിരി മനസ്സിലാണ് കേതുവിന്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ പുരാണത്തിൽ പാമ്പിന്റെ ഒരാളാണ്, അത് ഒരു തലയിൽ വാല്. കേതു പിന്നെ വാല് രണ്ട് തലയിൽ എന്നാണ് പറയുന്നത്. പാമ്പിൽ രണ്ട് കഷ്ണം മാറ്റിയത്. അപ്പോൾ കേതുവിന് തലയില്ലാത്തതുകൊണ്ട് ഇഞ്ചിൻസ് എന്നാണ് പറയുന്നത്. ഇഞ്ചിൻസിനാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബുധന്റെ വീട്ടിൽ ചെയ്ത് നോക്കുകയോ ബുധന് വീടുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിസൂക്ഷ്മ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് തോന്നുന്നു തലയില്ലാത്ത ഗ്രഹമായതുകൊണ്ട് അത് ഒന്നിനും തൊഴിലില്ല എന്നൊക്കെ പറയാം. അങ്ങനെയല്ല, അവർക്ക് ഇൻഡൻഷൻ പറഞ്ഞുകൊണ്ട് അവർ കാര്യങ്ങളൊക്കെയും സാധിക്കും. ഭയങ്കര നോളജുള്ള ആൾക്കാരായി. അപ്പൊ ഈ തലയില്ലാത്തത് കൊണ്ട് ഒരു കല വേണം. ആ കല എന്ന് പറയുന്നത് നമുക്ക് ഒരു കടലിൽ ഒരു നല്ല ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പൊസിഷൻ നമുക്ക് വേണമെന്നുള്ളത് അതിന്റെ ഒരു പോരാട്ടമാണ് ജീവിതത്തിൽ. അതിനുവേണ്ടി ഒരു പോരാട്ടത്തിന്റെയും ആ പോരാട്ടത്തിന് അവസാനം സക്സസ് നേടുകയും ചെയ്യും. ഇങ്ങനെ ഉള്ള അതായത് എന്താണെന്ന് വെച്ചാല് വക്കീലാകാം, അസ്ട്രോളജറാകാം, ഡോക്ടറാകാം, ജഡ്ജ്, ആ രീതിയിലുള്ള പൊസിഷനിൽ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കും. അതുപോലെ പദവിക്കുള്ള പോരാട്ടങ്ങളിൽ മൂത്ത സഹോദരങ്ങൾക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ ഇളയച്ചൻ, അതായത് അച്ഛൻ്റെ സഹോദരങ്ങൾ, ഇളയ ബ്രദേഴ്സിന് ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ, ഇത് തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേസമയം മൂന്നാം ഇളയ സഹോദരങ്ങളൊക്കെ ഇവരെല്ലാം മെച്ചമായിരിക്കും. കാരണം ഒരുപക്ഷെ ഇവർ ചിലപ്പോൾ ഇളയ കുട്ടികൾ ആദ്യം ഡിഗ്രി എടുക്കാൻ, അവരൊരു നല്ല പൊസിഷൻ എടുക്കാം, അവർക്ക് ആദ്യം ജോലി എടുക്കാൻ, അവർക്ക് ആദ്യം വിവാഹം നടക്കാം, എല്ലാം അവർക്ക് നടക്കാം. ഇവർക്ക് ചിലപ്പോൾ രണ്ടാമതായിരിക്കും നടക്കണം. ആ രീതിയിൽ അവർ ഇളയ സഹോദരങ്ങൾ ഇവരെ കൊണ്ട് അവർക്ക് നല്ലതാണ്. ഓക്കെ. പിന്നെ ലഗ്നകേതുവായിട്ട് ലഗ്നം തലയില്ല, മുടിക്ക് പ്രശ്നം, മുടിക്ക് പ്രശ്നം, തലയിൽ പ്രശ്നം, കണ്ടെത്തുന്ന പ്രശ്നമല്ല. അതിനേക്കാൾ മുടിക്കാവും. മുടിയിൽ ഹെയർ ലോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മുടി അകാലത്തിൽ നരച്ചു പോകാം, വിദ്യ വെക്കാം. അത് പിള്ളേരെ കുട്ടികളൊക്കെ തലയായിരിക്കും അവർക്ക് മുടി മുഴുവൻ നാളിൻ്റെ തലത്തിൽ പിള്ളേരെക്കാൾ നല്ല രസമായിരിക്കും. അങ്ങനെയുള്ള അവർക്കിപ്പം ചിത്രയുടെ ജോലി ചെയ്യുന്നവർക്ക് ഹെൽമെറ്റൊക്കെ നോക്കുന്ന കാരണം അവരുടെ മുടി പോയിരിക്കാം. ഈ സോറിയാസിസ് എന്തെങ്കിലുമൊക്കെ ഈ മുടിക്ക് തലയ്ക്ക് മേലെ ആ മണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ്. നമ്മൾ ചെയ്യുന്ന തലയിൽ നമ്മൾ അങ്ങനെയാണ് എടുക്കാൻ. അങ്ങനെയൊക്കെ എടുത്താലേ ജാതകത്തിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ആൾക്കാരെ എല്ലാം നമ്മൾ കണക്കാക്കുന്നത് മനസ്സിലാക്കാം. തലയിൽ മുടിയില്ലാത്ത ആൾക്കാരെ പ്രശ്നമുള്ളൂ. സൂര്യനെ ചേർക്കാം, മുടിയില്ലാത്ത സൂര്യനെ പറയാം. പക്ഷേ ഏതും കൂടുതൽ തലയില്ലാത്തത് ആദ്യം മുടിക്ക് നിൽക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിക്ക് വിവാഹത്തിന് തടസ്സമായിട്ട് ഈ എല്ലാ കാര്യങ്ങളും പോലും മുടിയില്ലാത്ത ഒരു പ്രശ്നത്തിന് നിങ്ങൾ ധൈര്യമായിട്ട് വിവാഹം കഴിക്കുന്നത്. ഓക്കെ, അതൊരു പ്രശ്നമേ ഇല്ല. അവിടെ ജീവിതം നന്നായിട്ട്. പിന്നെ ഏത് ലഗ്നത്തിൽ കേതു ആയതുകൊണ്ട് എപ്പോഴും ഒരു മാരേജ് കഴിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ പ്രോബ്ലം അത്ര പറയുന്നില്ല, വിളിക്കാണ് കൂടുതൽ പ്രോബ്ലം പറയുന്നത്. ഏതിനെ ഇപ്പം ലഗ്നത്തിൽ ചെയ്ത് വിളിക്കുന്നത് അതായത് അവരുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണം, ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ ആ ഒരു വേറെ മാതിരിയുള്ള ചിന്തയൊന്നും പാടില്ല. അങ്ങനെ ഇരുന്നാലേ നല്ല നേരം നടക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ചില
സമയത്ത് ഈ ലഗ്നം ചെയ്ത് തന്നെ 6-8-12 ഭാഗത്തിലോ നാട്ടകാടിയുടെ കാലിലേക്ക് നിന്ന് കഴിഞ്ഞാലുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അതായത് 6-ഒക്കെ ചില സ്കിൻ പ്രോബ്ലം പോലെ ഉണ്ടാവാം. 8 പറയുന്നത് ഇപ്പം 7 മെട്രോക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പറയുന്നുണ്ട്. അപ്പം അത് ഉണ്ടാവാം. 12 പറയുമ്പോൾ കണ്ണിന് വരിക, 12 കണ്ണിൻ്റെ 12. അപ്പം ഇതിനൊക്കെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 1, 2, 5, 10 ഭാഗങ്ങളിലേക്ക് കേസ് നിന്നാൽ സൂപ്പർ അസ്ട്രോളജറാണ്. അത് നല്ല രീതിയിൽ അസ്ട്രോളജി വരും. അപ്പം അത് പഠിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് സൈഡ് ഇല്ലാതെ പഠിക്കണമെങ്കിൽ അതുകൂടെ പഠിച്ചാൽ അതിന് നമ്പർ 1 മാറും. അത് എന്ത് ചെയ്താലും അത് നമ്പർ 1 കാരണം ഇത് എപ്പോഴും എഴുതുന്നുണ്ട്. എഴുതി വെച്ചത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതി വെക്കും. അതുമാതിരിയല്ല, അതുമാതിരി എന്തെങ്കിലും ലഗ്നത്തിൽ എഴുതിയിരിക്കില്ല. ലഗ്നാധിപതിയുടെ ഏതുവാണെങ്കിലും ഇതിങ്ങനെ മറ്റുള്ളവരുടെ അർത്ഥം എഴുതുകയും മറ്റുള്ളവർ എന്ത് ചെയ്യും പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കും. മറ്റുള്ളവരുടെ മാനേഴ്സ് തന്നെ ഇവിടെ തന്നെ കണ്ടുപിടിക്കും. കൂടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒന്നും മനസ്സിലാവില്ല. ഇവരത് മനസ്സിലാക്കി പറയും അത് ഇങ്ങനെ ചെയ്യും, അതൊക്കെ നോക്കിയാലും ഇങ്ങനെ കൈ ഇങ്ങനെ അടയ്ക്കണം, അല്ലെങ്കിൽ കണ്ണ് അടയ്ക്കണം, അത് എന്തെങ്കിലുമൊക്കെ എവിടെ കണ്ടുപിടിക്കും പെട്ടെന്ന്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഒരു ഡിറ്റക്റ്റീവ് പോലെയുള്ള ജോലിക്കാണ് എഴുതിയിട്ടുള്ളത്. മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനൊക്കെ ഉള്ളത് കൊണ്ടെങ്കിൽ ആ രീതിയിൽ ജോലിക്ക് പോയാൽ എഴുതുന്നതാണ്. അതുപോലെ പല അതായത് ഒരു മാസമല്ല അക്കൗണ്ട്സ് രീതിയിൽ പോലെ മാക്സിമം നല്ലതായിട്ട് അക്കൗണ്ട്സ് രീതിയിൽ ആവശ്യം പോലെ പോയാൽ എന്തെങ്കിലും അക്കൗണ്ട്സിലൊക്കെ ഫ്രാഡ് കണ്ടുപിടിക്കാനൊക്കെ ഇതിന് ഏറ്റവും നല്ലതാണ്. ഇവരെ കൊണ്ട് പറ്റും. പിന്നെ കണക്ക് നല്ല സ്പീഡാ ചെയ്യുന്നതാണ്. ഭയങ്കര സ്പീഡായിട്ട് കണക്ക് വരും. അതുപോലെ ലാംഗ്വേജ് ആണ് ലിറ്ററേച്ചർ, BA ലിറ്ററേച്ചർ, MA ലിറ്ററേച്ചർ അതുപോലെ വരാം. അതുപോലെ ജ്യോതിഷവും നല്ല രീതിയിൽ വരാം. അതായത് പറഞ്ഞില്ലേ മറ്റുള്ളവരെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ഒരു എക്സ്ട്രീമലി സ്മാർട്ടാണ് ആൾക്കാർ. ഈ ബാധകം എന്നുള്ള ഒരു പ്രശ്നം ബാധകാധിപതിയുടെ കാലിലൊക്കെ വന്നു വരുമ്പോഴാണ് ചിലപ്പം ചില നമ്മുടെ ഉയർക്കാലത്തുള്ള അസുഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ചാൻസ് ഉണ്ട്. കേൾക്കുന്നൊക്കെ വഴക്കുമാണ്, കേൾക്കും വഴക്കുമൊക്കെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ലോണെങ്കിലും വാങ്ങിയാൽ അടയ്ക്കാൻ പറ്റാതെ അവസ്ഥയിൽ കടം വരാൻ ചാൻസ് ഉണ്ട്. അത് കേൾക്കും കടത്തിന് കടമില്ലാതെ ഒരാളുമില്ല, കേൾക്കില്ല. അപ്പം അതുകൊണ്ട് കേൾവിലൊക്കെ കടം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബുധദേശയില്ല. ബുധദേശം എന്ന് പറയുന്നത് കടമേ മാറ്റാൻ പാടില്ല. ബുധൻ കടം തരും. കാരണം മേടത്തിന്റെ നമ്മുടെ കാലപുരുഷന്റെ ഫസ്റ്റ് രാശിയല്ലേ അത് മേടത്തിന്റെ 6ാമത്തെ രാശിയാണ് ബുധന്റെ രാശിയാണ്. അത് 6 മാസം കടമാണ്. അപ്പം ആ കടം വിടുന്ന സമയത്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് അത് ഇതെല്ലാം കിട്ടും. അപ്പോൾ ബാങ്കിൽ ലോൺ കിട്ടും. എല്ലാ കാര്യങ്ങളിലും ഇഷ്ടം പോലെ വന്ന് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ അറിയാതെ വാങ്ങുന്നില്ലേ എല്ലാം വാങ്ങി ഇതൊക്കെ നല്ല സെറ്റപ്പാക്കി വെക്കും. ഡോക്യുമെന്റ്സ് ഒക്കെ ഇതാണ് സ്ഥലം വാങ്ങി എല്ലാം കടത്തുന്നതാണ്. വാങ്ങി വീടൊക്കെ പള്ളിയൊക്കെ പൊങ്ങി വരുന്ന സമയത്തായിരിക്കും ഏത് വെച്ചാണ് ഏത് വെച്ചാൽ ഈ കുറ്റം വെളിയിൽ വരുന്നത്. കാരണം അത്രയും നാൾ ചെയ്തതൊക്കെ വെളിയിൽ കൊണ്ടുവരുന്നത് കേൾവാണ്.